സാധാരണ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളൊക്കെ ഒരുപാട് സമരം നടത്തിയിട്ടുള്ളവരാണ്. ഇവിടെ ഭരിച്ച എല്ലാ ഭരണാധികാരികളും സമരക്കാരോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, അതായത് പോലീസുമായിട്ട് ഗുസ്തി പിടിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമരങ്ങളൊക്കെ നടത്തിയവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ അന്നൊക്കെ ആ സമരത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അവരെ വിളിക്കുക, ചർച്ച ചെയ്യുക, അത് പരിഹരിക്കുക എന്നുള്ള സമീപനമാണ് ഇവിടെ ജനാധിപത്യ കേരളത്തിൽ എന്നും നടന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത്? ഒരു ധിക്കാരാണ് ഇവർ കാണിക്കുന്നത്. രാഷ്ട്രീയ തമ്മാടിത്താണ് ഇവർ കാണിക്കുന്നത്. കാരണം നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുന്നു. ഇപ്പോൾ പഴയ ആരോഗ്യമന്ത്രിയെ സ്നേഹത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട് ടീച്ചറമ്മക്ക് ഇന്റർനാഷണൽ അവാർഡൊക്കെ കോവിഡിന്റെ കാലത്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നു. അതിനൊക്കെ കാരണക്കാരാണെന്നറിയോ? നമ്മൾ ആളുകൾ ക്വാറന്റൈനിൽ കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തത്, അവർക്ക് മരുന്ന് കൊണ്ട് കൊടുത്തത്, ഒരുപക്ഷെ കേരളത്തിൽ ആരോഗ്യ മേഖലയെ രക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ളവരാണ് ആശാവർക്കർ. ആ ആശാവർക്കർമാരുടെ ഈ സമരത്തോട് ഇവർ കാണിക്കുന്ന പരിഹാസവും അവഗണനയും വളരെ ക്രൂരമാണ്. അതിന് പിണറായി വിജയനും അവരുടെ പ്രസ്ഥാനവും വലിയ വില നൽകേണ്ടി വരും. രണ്ട് സർക്കാരും വിചാരിച്ചാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ സാധിക്കൂ. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരും ഇൻസെന്റീവിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട കേന്ദ്ര സർക്കാരുമാണ്. കേന്ദ്ര സർക്കാരിൽ ഇതിനുവേണ്ടി എന്തെങ്കിലും സമ്മർദ്ദം അങ്ങ് ചെലുത്തുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനമാണ് ഇതിൽ മുഖ്യമായ ഇടപെടലും മുഖ്യമായ തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ കണ്ടു, സിക്കിമിൽ ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ചിരിക്കുന്നു. കർണാടകത്തിൽ ഇവരുടെ ഓണറേറിയം 10,000 വർദ്ധിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റ് വിഷയം തന്നെയാണ്. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ് ആരോഗ്യ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കും. ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നദ്ദാജിയുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി പാർലമെന്റിൽ തന്നെ നദ്ദാജി പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്നാണ്. നമുക്ക് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം. കേരളത്തിലെ ആരോഗ്യരംഗത്ത് നമ്മുടെ PHC മുതൽ നമ്മുടെ ശ്രീചിത്രയിലെ ആശുപത്രി കെട്ടിടം വരെ നിങ്ങൾ നോക്കൂ. പുതിയ ഒരുപാട് കെട്ടിട സൗകര്യങ്ങൾ ആരോഗ്യരംഗത്ത് എല്ലാ ജില്ലാ ആശുപത്രികളിലും പുതിയ കെട്ടിടങ്ങൾ ഒക്കെ കേന്ദ്ര ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ആരോഗ്യരംഗത്ത് നൽകുന്നത്. ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അത് വർദ്ധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം. BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പുതിയ നേതൃത്വം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റും ഉടനെ വരും. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പുതിയ മുഖമാണ്. കേരളത്തിലെ BJPയെ അടിമുടി ഈ ആധുനിക കാലഘട്ടത്തിന് യോജിക്കുന്ന വിധത്തിൽ നയിക്കാൻ പറ്റിയ ഒരു നല്ല നേതൃത്വമാണ്. യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ന്യൂ ജനറേഷനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു നല്ല ലീഡറാണ് രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ തൃശ്ശൂർക്കാരനാണ്. രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ തലശ്ശേരിയിലെ പുതിയാപ്പിളയാണ്. രാജീവ് ചന്ദ്രശേഖർ 3 തവണ രാജ്യസഭാ മെമ്പറായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ഏൽപ്പിച്ച ചുമതലകളെല്ലാം വലിയ നിലയിൽ നന്നായി ചെയ്തു തീർത്തിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ BJPയെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.